أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്തായ അനുഗ്രഹമാണ് നമുക്ക്. അള്ളാഹു ഇതുപോലെ ഒന്നിക്കാൻ കൂടാനോ അള്ളാഹു ഇരിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു തന്നത്. അൽഹംദുലില്ലാ. ഞാന് സൂറത്ത് സുമർ എടുക്കാനുണ്ട്, സൂറത്ത് ആലിമ്രാൻ എടുക്കാനുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ അതിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഇത് ഞാൻ 2-3 ദിവസം മുമ്പ് ഒരു ക്ലാസ് ഇങ്ങനെ കേട്ടപ്പോ പറയണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ പറയുന്നതാണ്. കൂട്ടത്തിൽ നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാവർക്കും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മരണം വരെ നിലനിർത്താനും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇപ്പൊ നമ്മള് തവക്കുൽ അല്ലെ, അള്ളാഹുവില് വരമേൽപ്പിക്കുക, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് നമ്മള് വിശ്വാസി ആയതുകൊണ്ട് തന്നെ നമ്മളെ മേലെ എന്തായാലും ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്. ഈ ഒരു ക്വാളിറ്റി, ഈ ഒരു ഗുണം നമുക്ക് ഉണ്ടാവണം. എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ് അല്ലെ തവക്കുൽ എന്നുള്ളത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസ്ഥകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പം നമ്മള് ഇപ്പൊ 2-3 ആഴ്ചകളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു വലിയൊരു പരീക്ഷണത്തിന്റെ അല്ലെ ബാക്കി ശേഷിപ്പുകൾ ഇങ്ങനെ ദിവസവും നമ്മൾ ഓരോ വാർത്തകളിലായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഓരോ സമയത്തും വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. ഇപ്പം ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ തന്നെ നമ്മളെ ഓർമ്മയിൽ തന്നെ നമുക്കറിയാം കൊറോണ എന്ന് പറയുന്ന ഒരു വലിയൊരു പരീക്ഷണം അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അല്ലെ. പിന്നെ അതിനു മുമ്പ് പിന്നെ വലിയൊരു പ്രളയം വന്നു. കൊറോണക്ക് മുമ്പായിരുന്നു അല്ലെ. പിന്നെ പ്രളയം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളെയും ബാധിച്ച വലിയൊരു പ്രളയമായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ, അത് കഴിഞ്ഞ് പിന്നെ നിപ്പ അല്ലെ, പിന്നെ എന്തൊക്കെയോ ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അവസാനമായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഉരുൾപൊട്ടലായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ചെറിയ രൂപത്തിൽ വാർത്തകളിൽ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, വലിയ പാറക്കെട്ടുകൾ എങ്ങനെയല്ലേ അത് പൊട്ടിത്തെറിച്ച് അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്തേക്ക് അത് അത്രയും ശക്തമായിട്ട് വന്നതുകൊണ്ടായിരിക്കൂലേ വലിയ വലിയ വീടുകളെ പോലും ഒരു തരി പോലും കാണാത്ത രൂപത്തിൽ അങ്ങനെ വന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നമുക്ക് ഇതൊക്കെ കാണുമ്പോ ഇതിപ്പോ നമ്മള് ദൂരെ നിന്ന് നോക്കി കാണുന്നവരാന്നല്ലേ. ഇത് അനുഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ അല്ലെ. അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മള് എന്താ പറയാ നമുക്ക് അള്ളാഹു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സത്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഓരോന്നും തരുന്നത് എന്നറിയോ? നമ്മളെ ശരിക്കും നമുക്ക് നമ്മുടെ തവക്കുലിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെ, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത, എന്നാൽ നമ്മൾ എത്ര വിചാരിച്ചിട്ടും നമുക്ക് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാത്തതായ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സത്യത്തില് ഈ ഒരു ഇങ്ങനെയുള്ള പിന്നെ അവസരത്തില് ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു എനർജി അത് നമുക്ക് കിട്ടേണ്ടതുണ്ട് എന്നാ പറയുന്നത്. ഒരു വിശ്വാസിയാണെങ്കിൽ അവിടെ ആ ഒരു എനർജി ഫീൽ ചെയ്യണം. നമ്മൾ ഒരിക്കലും എന്താകാൻ പാടില്ല, പേടിത്തൊണ്ടന്മാരാകാൻ പാടില്ല. ഈമാനുള്ളവര്, നല്ല ഉറച്ച വിശ്വാസമുള്ള ആളുകള് പ്രതിസന്ധികള് ഒരിക്കലും എന്താകൂല, തളർത്തിക്കളയൂല. അപ്പം പ്രതിസന്ധി വരും, എല്ലാവർക്കും വരും. പല തരത്തിൽ, പല മേഖലയിൽ, പല വിധത്തിൽ നമുക്ക് വരും അല്ലെ. കുടുംബത്തിൽ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുണ്ടാകും, പിന്നെ ചിലപ്പോൾ സാമൂഹികമായിട്ടുണ്ടാകാം. അങ്ങനെ പല മേഖലയിലൂടെയും നമുക്ക് പ്രതിസന്ധികൾ കടന്നു വരാം അല്ലെ. നമുക്കറിയാം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
പ്രവാചകന്മാരുടെ ജീവിതങ്ങൾ പല പല പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത് അല്ലെ. നമ്മളിപ്പോ സീറത്തുൻ നബി അല്ലെ, നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ എത്ര ആഴ്ചകളിലായി ബദർ യുദ്ധത്തെ കുറിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്തുമാത്രം ആ ഓരോന്നും തുടക്കം മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടങ്ങളും നമ്മളിങ്ങനെ നേർക്കാഴ്ചയിലൂടെ നമ്മൾ കണ്ടുവന്നല്ലേ. സുബ്ഹാനല്ലാഹ്, ആ ഹിജ്റ യാത്രയും മദീനയിൽ എത്തിയതും അതിനു മുമ്പുണ്ടായ സംഭവങ്ങളും എത്രമാത്രം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത്. സുബ്ഹാനല്ലാഹ്, ഇതേപോലെ മുൻകഴിഞ്ഞ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നവരാണ് അവരൊക്കെ. അവിടെ ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താ അറിയോ? ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഒരു പിന്നെ ഇത് പറയുന്നുണ്ട്, തവക്കുലിന്റെ ആ ഒരു രൂപം. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിലാണ് ഞാൻ തവക്കുൽ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എങ്ങനത്തെ ഘട്ടം വന്നാലും എങ്ങനത്തെ ഘട്ടം വന്നാലും നമ്മൾ ആരിലാണ് തവക്കുൽ ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു ആയത്ത് മാത്രം തന്നെ നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ. വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്, നമ്മൾ ആരിലാണ് തവക്കുൽ ചെയ്യേണ്ടത്? മരിക്കാത്തവനായ അല്ലെ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി അല്ലെ, അവനെ നമ്മൾ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു തന്നെ മദീന പറയുന്നു. തന്റെ അടിയാന്മാരെ കുറിച്ച് അറിയാൻ ആ റബ്ബ് മതി. അങ്ങനെയുള്ള മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ആ റബ്ബില് അല്ലെ, അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, നിങ്ങളുടെയും എന്റെയും റബ്ബില്. അല്ലാതെ നമ്മളെ പിന്നെ കുടുംബത്തിലെ ഏതെങ്കിലും ആരെങ്കിലും മേലെയല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് അല്ലെ. നമ്മളെ ഭർത്താവിലല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്, നമ്മളെ മാതാപിതാക്കളിലല്ല തവക്കുൽ ചെയ്യേണ്ടത്, നമ്മളെ മക്കളിലല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്, നമ്മളെ ജോലിയിലല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത് അല്ലെ. അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറിലല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. ഒരിക്കലും അല്ലെ, അതിലൊന്നുമല്ല നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. ആരിലാണ്? അത് നമ്മളെ റബ്ബില് മാത്രം. നമ്മളെ റബ്ബിലേക്ക് നമുക്ക് തവക്കുൽ ചെയ്യാൻ കഴിയണം അല്ലെ. ഈ ഭൂമുഖത്ത് ഒരു ചെറിയ പ്രാണി, ഒരു ജന്തു ഉണ്ടെങ്കിൽ അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഒരു കുഞ്ഞു പ്രാണി എടുക്കട്ടെ, ഒരു വലിയ ജീവി ആയിക്കോട്ടെ, അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിലാ? ഒരിക്കലും അല്ല അല്ലെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ് അല്ലെ. പിന്നെന്തിനാ നമ്മള് അപ്പൊ പിന്നെ നമ്മളെ കാര്യം നമ്മൾ എന്തിനാ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്? നമ്മൾ എന്ത് കാര്യം വന്നാലും നമ്മളെ കാര്യം നമ്മൾ ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്നൊന്ന് ചിന്തിക്കണം. നമ്മൾ ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാല് നമ്മൾ ആരെ ഏൽപ്പിക്കേണ്ടത്? വതവക്കൽ അലല്ലാഹ് അല്ലെ, അള്ളാഹുവിനെ തവക്കുൽ ചെയ്താൽ മതി. വകഫാ ബില്ലാഹി വക്കീല, തവക്കുൽ ചെയ്യാന് അള്ളാഹ് തന്നെ മതി. അത് അള്ളാഹ് മതിയായവനാണ് പറഞ്ഞത്. ആ റബ്ബില് നമ്മൾ തവക്കുൽ ചെയ്യുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. നമ്മുടെ തവക്കുല് ശരിയാകുന്നുണ്ടോ, പൂർണ്ണമാകുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം അള്ളാഹു തവക്കുൽ ചെയ്യുന്നുണ്ട്, നമുക്കൊന്ന് പരിശോധിക്കണ്ടേ അല്ലെ. ശരിക്കും നമ്മൾ പരിപൂർണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്താൽ അതെന്തിനു വേണ്ടിയിട്ടാണെങ്കിലും അല്ലെ, പല രൂപത്തിലുണ്ടാവില്ലേ നമ്മുടെ തവക്കുല്. പല കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ റബ്ബിലെ ഏൽപ്പിക്കൂലേ. ആ ഏൽപ്പിക്കലുണ്ടല്ലോ, അത് പൂർണ്ണമാണെങ്കിൽ, അതായത് 100% നമ്മളെ സത്യസന്ധമായി കൊണ്ട് നമ്മളെ പരിപൂർണമായ തവക്കുലാണെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 100% പൂർത്തിയാക്കി തരും എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ച ആ കാര്യം നമുക്ക് അള്ളാഹു തആല പൂർത്തിയാക്കി തരും. അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ട് തരും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ ഒരു കാര്യം അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളടുത്ത് എന്തോ കുഴപ്പമുണ്ട്. അതായത് നമ്മളെ ഏൽപ്പിച്ച നമ്മുടെ ആ ഒരു ഏൽപ്പിക്കലുണ്ടല്ലോ, അതായത് ഏൽപ്പിച്ച ആളെ കുഴപ്പമില്ല, നമ്മളെ കുഴപ്പം. നമ്മള് ഏൽപ്പിക്കുമ്പോ പൂർണ്ണമായ തവക്കുൽ നമ്മളടുത്ത് വരുന്നില്ല. നമ്മളെ തവക്കുൽ എന്താകുന്നുണ്ട്? ദുർബലമായി പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അത് പെട്ടെന്ന് നടക്കുന്നില്ല, ഒരു വൈകി ലേറ്റ് ആന്ന് വിചാരിക്കാം. ശരിക്കും
പിന്നെ അത് തവക്കുലിന്റെ ശക്തി അനുസരിച്ചാണ് നമ്മൾ ആ കാര്യം സാധിക്കാന്നാ പറയുന്നത്. ഒരാളുടെ തവക്കുല് നല്ല സ്ട്രോങ് ആണെങ്കിൽ, ശക്തമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കാര്യം നമുക്ക് നിറവേറ്റി തരുന്ന പറയുന്നത്. നമുക്ക് നമ്മുടെ തവക്കുല് നമ്മളത് ശരിയായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാന്നറിയോ? അത് തവക്കുലിന്റെ അടയാളം അയാളിൽ കാണാൻ സാധിക്കുന്ന പറയും. തവക്കുലിന്റെ അടയാളം നമുക്ക് അയാളിൽ കാണാൻ സാധിക്കും. എങ്ങനെ കാണാൻ സാധിക്കാം? ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകാം? നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ കഴിയാ ഞാൻ നല്ല ഹാപ്പിയാണെന്ന്? ഇപ്പൊ കാണുമ്പോഴല്ലേ നമുക്ക് അറിയോ അല്ലെ? എപ്പോഴും നല്ല ചിരിച്ച മുഖം, നല്ല സന്തോഷത്തോടെ പിന്നെ പ്രസന്നവദമായിരിക്കുമ്പോൾ നമ്മൾ പറയും നല്ല ഹാപ്പിയാണെന്ന് പറയും അല്ലെ? നമ്മൾ നല്ല ഗ്ലൂമി ആണെങ്കിലോ പറയൂ ഫുൾ അല്ലെ സന്തോഷമില്ല, സങ്കടത്തിലാണെന്ന് പറയും അല്ലെ? അത് നമ്മള് മുഖത്തും നമ്മളെ പ്രവർത്തനങ്ങളിലും നമ്മളെ സംസാരങ്ങളിലും ഒക്കെ അത് പ്രതിഫലിക്കും. തീർച്ചയായിട്ടും എത്ര നമുക്ക് അഭിനയിക്കുന്നെന്ന് പറഞ്ഞാലും നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ സാഡ്നെസ് എല്ലാം നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും നമ്മളെ പുഞ്ചിരിയിലും നമ്മളെ മുഖത്തും നമ്മളെ പ്രവർത്തനത്തിലും ഒക്കെ ഉണ്ടാവും അത്. പക്ഷെ നമുക്കത് ഇപ്പൊ നമുക്കൊരാളെ സന്തോഷം അത് നമുക്ക് അളന്ന് തൂക്കി തിട്ടപ്പെടുത്താൻ കഴിയോ? ഒരിക്കലും ഇല്ല അല്ലെ? സങ്കടം അളക്കാൻ കഴിയോ? എണ്ണാൻ കഴിയോ? തൂക്കാൻ കഴിയോ? അതൊന്നും കഴിയൂല അല്ലെ? അപ്പം പിന്നെ അതേപോലെ ഇപ്പം ഈ ഒരു സന്തോഷവും സങ്കടവും ഒരാളില് പിന്നെ എത്രത്തോളം ഉണ്ട് എന്ന് അറിയുന്ന പോലെ തന്നെ ഒരാളുടെ തവക്കുലും അത് അവരവർക്ക് തന്നെ പിന്നെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന പറയും. അതായത് അവരവർക്ക് എന്നല്ല, ഇപ്പം പിന്നെ പിന്നെ ഞാന് അബ്ദുസലാം മൗലവിന്റെ ക്ലാസ് ആണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ മൂപ്പര് പറയുന്നുണ്ട് പിന്നെ ഇപ്പം എന്നെ നിങ്ങൾ കാണുന്നു, നല്ല ചിരിച്ച മുഖം, നല്ല സന്തോഷത്തോടെ, ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, ആരെന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടുന്നില്ല, പിന്നെ ഇങ്ങനെ അത് പ്രകടിപ്പിക്കുന്നില്ല, ഭയങ്കര. അപ്പൊ ആൾക്കാരെന്താ പറയാ? നല്ല വിശാലമായ മനസ്സിന്റെ ഉടമയാണ് അല്ലെ? നല്ല നല്ലൊരാളാണ്, നല്ലൊരു വ്യക്തിത്വമാണ്, അങ്ങനെ പറയൂലേ അല്ലെ? എപ്പോഴും എല്ലാവരോടും നല്ല ചിരിച്ച് പ്രസന്നതയോടെ പെരുമാറുന്ന, സൗമ്യമായി പെരുമാറുന്ന, ആരെന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാതെ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന, വളരെ ശാന്ത സ്വഭാവത്തോടു കൂടിയുള്ള ആൾക്കാരെ എല്ലാരും എന്താ പറയാ? നല്ല മനുഷ്യൻ അല്ലെ, നല്ല ആള്. ശരിക്കും പറഞ്ഞാല് അതൊരു തവക്കുലിന്റെ അടയാളാണെന്നാ പറയുന്നത്. അത് പൂർണ്ണമായ തവക്കുലിന്റെ അടയാളാണ്. 3 കാര്യങ്ങൾ പറയുന്നുണ്ട് തവക്കുലിന്റെ അടയാളം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. നേരെ തിരിച്ച് ഒരാള് നമ്മളിപ്പം കാണുന്ന എപ്പോഴും ഒരു ദേഷ്യപ്പെട്ട് മുഖത്ത് ഒരിക്കലും ഒരു പുഞ്ചിരിയോ ഒരു ചിരിയോ ഒന്നും ഇല്ലാതെ ഒരു പിന്നെ എന്താ പറയാ ഒരു മുഖമായൊരു മുഖം, മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ ഒരു സന്തോഷം തോന്നുന്നില്ല, ഒരു പിന്നെ ദേഷ്യം, പിന്നെ എന്തു പറഞ്ഞാലും ദേഷ്യം, എന്തു പറയുമ്പോൾ പിന്നെ ദേഷ്യത്തോടെയുള്ള പ്രതികരണം, അങ്ങനെയുള്ള ആൾക്കാരോട് എങ്ങനെയാ പറയാ ആൾക്കാര് വല്ലാത്ത അല്ലേ? ആർക്കും അത് വലിയ അക്സെപ്റ്റ് ചെയ്യാനുള്ള, ആർക്കും അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ? അത് തവക്കുൽ ഇല്ലാത്തതിന്റെ അടയാളം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പം തവക്കുലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് എന്താ അറിയോ? ആത്മവിശ്വാസം ഉണ്ടാവും പോലും, സെൽഫ് കോൺഫിഡൻസ്. നമുക്ക് ഒരു ആത്മവിശ്വാസം എപ്പോഴും എന്ത് കാര്യത്തിലും അത് ശരിയാകും അല്ലെ, അത് ഹൈറായിട്ട് വരും എന്നുള്ള രീതിയിലുള്ള ഒരു 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 പിന്നെ വിശ്വാസവും, അതേപോലെ തന്നെ ഒരു ഉറച്ച തീരുമാനം എടുക്കാനും കഴിയുമെന്ന് പറയുന്നത്. ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയും നല്ല തവക്കുലുള്ള ഒരാളുടെ ക്വാളിറ്റിയാ പറയുന്നത്. ഒന്നാമത്തെ ക്വാളിറ്റി പറയുന്നത് അള്ളാഹുവില് പൂർണ്ണമായും തവക്കുൽ ചെയ്യുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആത്മവിശ്വാസം ഉണ്ടാകും, തീരുമാനങ്ങളിൽ നല്ല ഉറച്ച തീരുമാനം എടുക്കാൻ കഴിയും. ശരിക്കും അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് എന്ന് പറഞ്ഞല്ലേ? നീ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ എന്താക്കാന്? അള്ളാഹുവിൽ അത് ഏൽപ്പിക്കാൻ. നമ്മൾ തീരുമാനിച്ചിട്ട് അള്ളാഹിനെ ഏൽപ്പിക്കാനാ പറയുന്നത്. അപ്പൊ അത് നടക്കേണ്ടതാണെങ്കിൽ അള്ളാഹു നടത്തി തരും, നടക്കേണ്ടാത്തതാണെങ്കിൽ അള്ളാഹു അത് മാറ്റിവെക്കും അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? സ്വന്തത്തോട് മാത്രം ചോദിച്ചാൽ മതി.
അവരുടെയും ഇവരുടെയും കാര്യം ഒന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. നമുക്ക് ആത്മവിശ്വാസം എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ അത് അതിനെ കുറിച്ചൊരു നല്ലതായ ഒരു ഇത് ഏഹ് പിന്നെ തീരുമാനം എടുക്കാൻ, ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ അത് തവക്കുലുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളാന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നത് എന്താ അറിയോ, എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും കോലാഹലങ്ങളും ഉണ്ടെങ്കിലും ഒരു സമാധാനം ഫീൽ ചെയ്യും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു സമാധാനം അനുഭവപ്പെടും ശരിക്കും. പിന്നെ അത് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തില് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ചാൽ മതി. എന്തെല്ലാം പ്രശ്നങ്ങളുടെ ഇടയിലും നമുക്കൊരു സമാധാനം അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തതിന്റെ ഒരു വലിയൊരു അടയാളാണ്. കാരണം എന്ത് സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും വരുമ്പോ പൊതുവെ നമ്മൾ മറ്റുള്ളവരെയാണ് ഇതാക്കാൻ അല്ലെ, അവരെന്താ പറയാ, ഇവരെന്താ പറയാ, അവരോട് എന്താ പറയാ, അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് അല്ലെ. അള്ളാന്റെ നമ്മൾ ശരിക്കും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ? സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഉണ്ട്, പക്ഷെ പൂർണ്ണമായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് അള്ളാനെ മാത്രം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളഹാനോട് നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാലില്ലേ അനുഭവിക്കുന്ന ഒരു സമാധാനമുണ്ട്. അത് നമുക്ക് ആരോട് പറഞ്ഞാലും കിട്ടൂല. നമ്മളിപ്പോ പിന്നെ ആരോടെങ്കിലും പറഞ്ഞാൽ എന്താ സംഭവിക്കാന്നറിയോ, നമ്മള് പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് ആ ഒരു സമയത്തുള്ള ഒരു പ്രയാസം കുറച്ച് കുറയും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ട് ആ കേട്ട ആള് പിന്നെ ആ സമയം മുതൽ എന്താവും, ആ കാര്യം ഓർത്തിട്ട് അവര് വിഷമിക്കാൻ തുടങ്ങും അല്ലെ. പൊതുവെ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ എന്റെ പല കാര്യങ്ങളിലും ഞാൻ ഇതുപോലെ ചിന്തിച്ചിട്ട് ആരോടും പറയാതെ ഇരിക്കണം. കാരണം പറഞ്ഞാൽ എന്താ സംഭവിക്കാം, നമുക്ക് ചിലപ്പോ ഒരു റിലാക്സേഷൻ. പക്ഷെ അതും നമ്മളിപ്പോ ആരോടെങ്കിലും പറഞ്ഞാലില്ലേ, എന്റെ ഒരു ഫ്രണ്ടിനോട് ഞാനിങ്ങനെ ഒരു വിഷയത്തിൽ സംസാരിച്ചപ്പോ ശരിക്കും അവള് ഒരുപാട് പഠിച്ച ആളൊന്നുമല്ല, പക്ഷെ ജീവിത അനുഭവത്തിൽ നിന്ന് സംസാരിച്ചപ്പോ ഓള് പറഞ്ഞൊരു കാര്യമുണ്ട്. എടി, നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തെല്ലാം ഷെയർ ചെയ്യും. ആദ്യം ഞാൻ അങ്ങനെയും, പക്ഷെ എനിക്ക് മനസ്സിലായി, എനിക്ക് പിന്നെ നമ്മള് ഫ്രണ്ട്സിന്റെ അടുത്തും പിന്നെ അവരുടെ അടുത്തെല്ലാം പറയുമ്പോ പിന്നെ ആ ഒരു സമയത്ത് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു 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 ഇത് മാത്രമാണ്. പിന്നെ ഒരു സമയമാകുമ്പോൾ നമ്മൾ പിന്നെയും പിന്നെ വിഷമത്തിൽ ഇതിൽ തന്നെയാണ്. പക്ഷെ അതെല്ലാവരും ഈ ഫ്രണ്ട്സിന്റെ അടുത്താകട്ടെ നമുക്ക് ആരോടും പറയാണ്ട് പടച്ചവനോട് മാത്രം പറയുമ്പില്ലേ അത് ഭയങ്കര ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞ നീ ഒരു ജീവിതത്തിൽ നിന്ന് ഒരു പാഠം പഠിച്ചു, ശരിക്കും അത് വലിയൊരു പാഠം തന്നെയാണ്. കുറെ പഠിച്ചിട്ടൊന്നുമില്ല, കുറെ വിദ്യാഭ്യാസം ഇല്ല, മതപരമായിട്ടും കുറെ അറിവൊന്നുമില്ല, പക്ഷെ ജീവിത അനുഭവത്തിൽ നിന്നും പഠിച്ചൊരു പാഠം എന്റെ അടുത്ത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് 100% കറക്റ്റാണ്. നമ്മൾ ആരുടെ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോട് ആയിരിക്കൂലേ നമ്മളെ കാര്യങ്ങൾ പറയാം. അപ്പൊ നമ്മളൊരു വിഷമം നമ്മൾ പറയുമ്പോൾ എന്താ സംഭവിക്കുക, അവർക്കും കൂടി വിഷമാവും. ചിലപ്പം വേറൊരു കാര്യം കൂടി സംഭവിക്കുക, എന്തെന്നറിയോ, അവരെ വിഷമം നമ്മളോടും പറയും. അന്നേരം നമ്മളെ വിഷമം എന്താവും, നമുക്ക് കൂടുതൽ ഇരട്ടിയാവുന്ന ഒരു അവസ്ഥയായിരിക്കും അല്ലെ. ശരിക്കും അവിടെ ഒരു സൊല്യൂഷൻ, ചെറിയൊരു ആക്ഷൻസ് ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അങ്ങനെയൊക്കെ ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ അതിൽ കിട്ടുന്ന ആ സമാധാനം വേറെ എവിടെയും കിട്ടൂല. അപ്പം അള്ളാഹുവിന് അല്ലെ, ഒരിക്കലും മരിക്കാത്ത അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹുവ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ എന്നാ പറഞ്ഞെ. അള്ളാഹുലെ അവനല്ലാതെ വേറൊരു ഇലാഹില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രം പരമേൽപ്പിക്കട്ടെ എന്ന് അള്ളാഹു തആല പറഞ്ഞത്. അപ്പം പൂർണ്ണമായും അള്ളാഹുവിൽ മാത്രം നമുക്ക് സമാധാനം അനുഭവപ്പെടാൻ കഴിയും. അത് അനുഭവിക്കാൻ തന്നെ കഴിയും നമ്മൾ പൂർണ്ണമായ തവക്കുലിലാണെങ്കിൽ. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താ അറിയോ, ഒരു അസ്വസ്ഥതയും അനുഭവപ്പെടൂല എന്നുള്ളതാണ്. ചിലപ്പം കുറഞ്ഞ സമയത്തേക്ക് ഉണ്ടാവേ, അത് സ്വാഭാവികമാണ്, അതെല്ലാവർക്കും ഉണ്ടാവും. എന്തെങ്കിലും എല്ലാം പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം എന്തുണ്ടാകും, ഒരു കേട്ടപാടെ കണ്ടപാടെ എന്ന് പറഞ്ഞ പോലെ ഒരു അസ്വസ്ഥതയും ഒരു മനപ്രയാസവും ഒരു സങ്കടവും ഒരു കരച്ചിലും ഒരു ബേജാറും അത് ഏത് മനുഷ്യനുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് അത് ഉണ്ടാവും എന്ന് പറയും. പക്ഷെ അതൊരു മിന്നൽ പോലെ എന്താകും, നമ്മളെടുത്ത് നിന്ന് അത് മറഞ്ഞു പോകും, പെട്ടെന്ന് കൂളാവും. അതാണ് തവക്കുലിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മള് എന്തെങ്കിലും വിധത്തിൽ അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിലും അത് അതുപോലെ അങ്ങനെ തന്നെ നിലനിൽക്കൂല ഒരിക്കലും. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് എന്ത് വരാന്നറിയോ, ഈ ടെൻഷൻ, ഡിപ്രഷൻ, അങ്ങനെയുള്ള എന്തൊക്കെയോ പേരുള്ള കുറെ കാര്യങ്ങൾ നമ്മളടുത്തേക്ക് വരാം. പൂർണ്ണമായ തവക്കുൽ അള്ളാഹുവിലേക്ക് ആകാതിരിക്കുമ്പോ ഈ പറഞ്ഞ
സംഭവങ്ങളെല്ലാം നമ്മളത്തേക്ക് വരും. അതായത് അള്ളാഹു തവക്കുൽ ചെയ്ത ഒരാൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, മനസ്സിലായല്ലോ. ഒരു ഒരു സമയം, ഒരു കുറഞ്ഞ സമയത്തേക്ക് എന്തുണ്ടാകും, ഒരു വേവലാതിയും ഒരു പ്രയാസവും ഒരു വിഷമവും അങ്ങനൊക്കെ ഉണ്ടാകും. പക്ഷെ അതെന്താകും, അള്ളാഹു ഇവരെ മിന്നൽ പോലെ പെട്ടെന്ന് അള്ളാഹു താല അതെന്താക്കും, അത് നീക്കിക്കളയും. അപ്പം ഈ 3 ക്വാളിറ്റീസ് ആണ് ഒരാള് പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവനിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇത് 3 ഒരാൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾക്ക് ആത്മവിശ്വാസം ഇല്ല, ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല, എപ്പോഴും അസ്വസ്ഥമായ മനസ്സാണെങ്കിൽ അവൻ മനസ്സിലാക്കണത്, ഞാൻ എന്റെ തവക്കുല് പൂർണ്ണമായിട്ടില്ല എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. അള്ളാഹുവിലേക്ക് പറയൂ. എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും രാവിലെയും വൈകുന്നേരം ദിക്റിലും എല്ലാ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നെല്ലാം പറയുന്നുണ്ടാവും. പക്ഷെ അതെന്തായിരിക്കും, നാവില് മാത്രമേ ഉണ്ടാവും. ആ തവക്കുൽ എന്താവുന്നില്ല, കൽബിലായിട്ട് വരുന്നില്ല. അപ്പൊ നമ്മൾ എന്താക്കണം, അള്ളാഹുവില് ഭരമേൽപ്പിക്കണം. അപ്പോഴാണ് നമ്മളത് സ്ട്രോങ് ആയ തവക്കുലാകാൻ, സ്ട്രോങ് ആയ ഈമാനാകാൻ നമുക്ക് സാധിക്കാം. ഇപ്പൊ നമുക്ക് ചരിത്രത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറയാം, ഒരുപാടുണ്ട്. 1-2 കാര്യങ്ങൾ പറയാം. പിന്നെ ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പറയുമ്പോൾ നമുക്ക് മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാര്യം എടുക്കാം, അല്ലെ. മൂസാ നബി അലൈഹി സ്വലാം എന്താ സംഭവിച്ചത്? മൂസ അലൈഹി സ്വലാം അല്ലെ, ബനു ഇസ്രായേലരെയും കൊണ്ട് നമ്മൾ കേട്ടതാണല്ലേ ചരിത്രം, നമ്മൾ കണ്ട പോലെ പിന്നെ നമ്മളത് കേട്ടവരാണല്ലോ. സുബ്ഹാനല്ലാഹ്. പിന്നെ ആ കടൽ അല്ലെ, പിന്നെ മാർഗം രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടുന്ന് ബനു ഇസ്രായേലരെയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുന്ന സമയത്ത് മുന്നിൽ സമുദ്രം, അല്ലെ, പിന്നാലെ വരുന്ന ശത്രു സൈന്യം, ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലേ. സുബ്ഹാനല്ലാഹ്. അവിടെ പിന്നെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള ആളുകള് അവരെന്താ പറഞ്ഞത്? ഇല്ല, നമ്മൾ പെട്ട് മോനെ, അല്ലെ. ഫലമ്മ തറ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, അങ്ങനെ പറഞ്ഞേ. അസ്ഹാബു മൂസ അലൈഹി സ്വലാമിന്റെ ആളുകള്, കൂടെയുള്ളവര് പറഞ്ഞത്, പെട്ട് ഞങ്ങൾ പിടിക്കപ്പെട്ട്, എന്തായാലും പിടിക്കപ്പെടും, നമ്മൾ എന്തായാലും പെട്ട് എന്നുള്ള രീതിയിലാണ് അവര് പറഞ്ഞത്. ഇന്നാ ലമുദ്റകൂൻ അവര് പറഞ്ഞത്. പക്ഷെ അവിടെ നമ്മൾ കണ്ട ആ മൂസ അലൈഹി സ്വലാമിന്റെ ആ ശക്തമായ ആ തവക്കുൽ നമ്മൾ കണ്ടില്ലേ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ പറഞ്ഞത്? കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. സുബ്ഹാനല്ലാഹ് അല്ലേ. അവിടെ അതാണ് തവക്കുല്. എന്താ പറഞ്ഞ? കല്ലാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരിക്കലും ഇല്ല എന്നല്ല, ഒരിക്കലും സംഭവിക്കൂല എന്നാ പറഞ്ഞത്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ, അല്ലെ, എന്റെ കൂടെ ആരുണ്ട്? എന്റെ കൂടെ എന്നോടൊപ്പം എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവനെന്താ, എനിക്ക് വഴി കാണിച്ചു തരും. അല്ലെ, നമ്മൾ ഈ സാന്റെ മീനിങ് പോലും നമ്മളിപ്പോ അതിന്റെ ശരിക്കുള്ള ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു അക്ബർ. ശരിക്കും നമ്മളെ ഖുർആനിനെ ഇങ്ങനെ പഠിക്കുമ്പോന്നും അതിന്റെ ശരിയായ ആസ്വാദനം, അല്ലെ, ഓരോ അക്ഷരങ്ങൾക്ക് പോലും ഇത്രത്തോളം പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും പോലെ അത് എത്രമാത്രം മനോഹരമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പൊ അവിടെ മൂസ അലൈഹിസ്സലാം പിന്നെ പറഞ്ഞ ആ ഒരു വിശ്വാസം, അല്ലെ, ആ ഒരു തവക്കുൽ, അള്ളാഹ് കൂടെ ഉണ്ട്. ശരിക്കും മൂസ അലൈഹിസ്സലാം അവിടെ അറിഞ്ഞത് ആരെയാണ്? മൂസ അലൈഹിസ്സലാം അറിഞ്ഞത് മൂസാന്റെ റബ്ബിനെയാണ്. മൂസ അലൈഹിസ്സലാം റബ്ബിനെ അറിയേണ്ട പോലെ അറിഞ്ഞ്, അതുകൊണ്ടാണ് അത്തരം ഒരു ഘട്ടത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിനോട് നേരത്തെ അള്ളാഹ് പറഞ്ഞിനാ, ഇങ്ങനെ ഒരു സമുദ്രം ഉണ്ട്, അവിടെ രക്ഷപ്പെടുത്താൻ ഞാൻ വരും, പിന്നെ നിന്റെ വടി കൊണ്ട് നീ അടിച്ചാല് സമുദ്രം പിടരും, വന്നിട്ട് രക്ഷപ്പെടും എന്നൊക്കെ ആദ്യം അറിയിച്ചു കൊടുത്തിനാ. ഇല്ല, ആ സമയത്ത് അള്ളാഹു തആല മൂസ അലൈഹി സ്വലാമിനോട് പറയുന്നില്ലേ, നീ അടിക്ക്, ആ വടി കൊണ്ട് അന്നേരം എന്ത് സംഭവിക്കുമെന്ന് മൂസ അലൈഹി സ്വലാമിന് പോലും അറിയൂല. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാന്റെ സഹായം എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാന്റെ സഹായം കിട്ടും നമ്മളെ തവക്കുല് പൂർണ്ണമാണെങ്കിൽ. നമ്മളെ ഈമാൻ പൂർണ്ണമാകണം, അപ്പോഴാ നമുക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്.
സുബ്ഹാനല്ലാഹ്. നമ്മൾ ഹസ്ബി അല്ലാ എന്ന് പറയുന്നുണ്ട് അല്ലെ? പക്ഷെ നമുക്ക് അങ്ങനെ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. അല്ല മതി, അല്ല മതി, എനിക്ക് അല്ലന്നെ മതി എന്ന രീതിയിലേക്ക് നമ്മൾ ആകുന്നുണ്ടാ അല്ലെ? ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു യഖീൻ നമുക്കുണ്ടാ? ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ? പിന്നെ മൻ സല്ല സുബ്ഹി ജമാഅത്തൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ. ആര് സുബഹി ജമാഅത്തായി ഒരാൾ നമസ്കരിക്കുന്നു, അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അല്ലെ? സുബഹി നിസ്കരിച്ച ഒരാൾക്ക് അള്ളാന്റെ സംരക്ഷണം ഉണ്ട് എന്ന് പറയുമ്പോ എത്ര ആൾക്കാർ അത് ഉൾക്കൊള്ളുന്നുണ്ട്? എത്ര ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. നമ്മളോട് അള്ളാഹു തആല തവക്കുൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഓടിക്കളയാനല്ല അല്ലെ? നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് നമ്മൾ എന്താക്കണം? നമ്മൾക്ക് അള്ളാഹു തന്ന കഴിവിന്റെ പരമാവധി നമ്മൾ എന്താക്കണം? ഉപയോഗിക്കണം, അത് ചെയ്യണം. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, എന്നിട്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞത്? ഒരിക്കല് ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന്, എന്തിനാ വന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വന്ന്. ആ സമയത്ത് പിന്നെ ഉം പിന്നെ അദ്ദേഹം പിന്നെ തന്റെ ഒട്ടകപ്പുറത്തു നിന്ന് ഇറങ്ങി. പിന്നെ എന്നിട്ട് അതിനിങ്ങനെ അയച്ചു വിടാൻ വിചാരിച്ച്. അന്നേരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ആള് ചോദിക്കുകയാണ്, പിന്നെ ഞാൻ ഇതിനെ കെട്ടിയിട്ടാണോ തവക്കുൽ ചെയ്യേണ്ടത് അതോ അഴിച്ചു വിട്ട് തവക്കുൽ ചെയ്യണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം ഒട്ടകത്തെ കെട്ടുക, പിന്നെ തവക്കുൽ ചെയ്യുക. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെ? നമ്മള് കെട്ടിയിടണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. അല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് എല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല അല്ലെ? അപ്പൊ നമുക്ക് മുമ്പില് നമ്മളെ കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. അതുപോലെ നമുക്കറിയാം അല്ലെ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ആ ഹിജറ പോകുന്ന സമയത്ത് സൗർമലയില് ഗുഹയില് ഒളിച്ചിരുന്ന സമയത്ത് പിന്നെ അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടില്ലേ? ശത്രുക്കള് പിന്നെ നമ്മളെ പിന്നെ എന്താ പറയാ, ശത്രുക്കള് പിടികൂടുമോ എന്നൊരു ഭയം അബൂബക്കർ റളിയല്ലാഹുവിന് ഉണ്ടായപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലേ, എന്താ പറഞ്ഞത്? ഇദ്ഹുമാ ഫിൽ ഗാരി ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഈ ഒരു വാക്കുണ്ടല്ലോ, ഈ ഒരു ആയത്തുണ്ടല്ലോ, അത് നമ്മളെ ഹൃദയത്തിൽ കല്ലിൽ കൊത്തിവെച്ച പോലെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വാക്കാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. എന്താ? ദുഃഖിക്കണ്ട അല്ലെ? നീ വിഷമിക്കണ്ട, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതാണ് അല്ലെ? നമ്മൾ എന്തെങ്കിലും അള്ളാഹുവിനെ ഏൽപ്പിച്ചോ, അള്ളാഹ് നമ്മൾ ആ കാര്യം ഏറ്റെടുത്ത് നമുക്ക് നിർവഹിച്ചു തരും അല്ലെ? ഫമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു പറഞ്ഞിട്ട് അതിനുശേഷം എന്താ പറയുന്നത്? ഇന്നല്ലാഹ ബാലിഗു അംരിഹി അല്ലെ? അള്ളാഹു അവന്റെ കാര്യം അവൻ എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്ന പറഞ്ഞു. എത്തിച്ചു കൊടുക്കും. അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച അള്ളാഹ് അത് ഏറ്റെടുത്തു. ഇപ്പം ഒരാള് പിന്നെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അയാള് ബിസിനസിനെ കുറിച്ച് നല്ല കൃത്യമായി എല്ലാം പഠിച്ച് മനസ്സിലാക്കി എന്നിട്ടാണ് അയാൾ കച്ചവടം തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കച്ചവടം എല്ലാം പൊട്ടിപ്പോയി, എല്ലാം ബിസിനസ് എല്ലാം പൊളിഞ്ഞ് ഫുള്ള് ഇതായിപ്പോയി. അപ്പൊ അയാളുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ നല്ലോണം പഠിച്ച് അല്ലെ എല്ലാം ചെയ്തിട്ടാണല്ലോ ഇങ്ങനൊക്കെ വന്നത്. എന്താ അവിടെ ശരിക്കും അങ്ങനെയും സംഭവിക്കും അല്ലെ? അപ്പൊ എന്താ ആ സമയത്ത് നമ്മളെ ഫീലിംഗ് എന്താ ഉണ്ടാവേണ്ടത്? അതിലെന്തെങ്കിലുമൊക്കെ ഹൈർ ഉണ്ടാകും അല്ലെ? നമുക്കറിയൂല അതിലെ ഹൈർ എന്താന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്നത് എന്താണോ അതാണ് ഹൈർ. അത് നമ്മൾ മനസ്സിലാക്കണം അല്ലെ? കാരണം എന്താ? നമ്മള് നമ്മളെക്കാളും നമ്മളെ ഉമ്മാനെക്കാളും നമ്മളെ സ്നേഹമുള്ള നമ്മളെ റബ്ബാണ് നമ്മളെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് നടത്തി തരുന്നത്. ആ റബ്ബിലെ ശരിക്കും ആ റബ്ബിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ട ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണെന്നറിയോ പറയുന്നത്? ഒരു മുല കുടിക്കുന്ന ഒരു കുഞ്ഞിന് തന്റെ ഉമ്മയോട് എപ്രകാരം അല്ലെ ആ ഉമ്മയിൽ വിശ്വാസം
ശരിക്കും ഒരു മുല കുടിക്കുന്ന ഒരു കുഞ്ഞ് ല്ലെ, ആ കുഞ്ഞിന് ഉമ്മായിൽ ഭയങ്കര വിശ്വാസമായിരിക്കുമല്ലോ ല്ലെ. പിന്നെ ഒരിക്കലും ആ കുഞ്ഞ് ഉമ്മാന്റെ കാര്യത്തിൽ വേവലാതിപ്പെടുകയോ പരാതി പറയുകയോ ഒന്നുമില്ല അല്ലെ. ഉമ്മ എത്രത്തോളം ആ കുഞ്ഞിന് മതിയാവോളം എന്താക്കും, പാലൂട്ടും, അതിന് ഉറക്കും, എവിടെയും അല്ലെ വീണ് പോകാതെ, പിന്നെ പിന്നെ ബെഡിലൊക്കെ കിടത്തുമ്പോ തലയണൊക്കെ വെച്ച് ല്ലേ, അത്രയും കെയർ ചെയ്തിട്ടല്ലേ ഒരു കുഞ്ഞിനെ ആ ഉമ്മ സംരക്ഷിക്ക. ആ ഉമ്മാന്റെ കയ്യില് ആ കുഞ്ഞെന്താണ്, വളരെ സുരക്ഷിതമായിട്ടാണുള്ളത് ല്ലെ. ശരിക്കും അതുപോലെ ആവണം നമ്മളെ റബ്ബിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ സംരക്ഷിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് എന്തുണ്ടാവണ്ട, ഒരു സംശയം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ ല്ലെ, ഒരു മുല കുടിക്കുന്ന ഒരു കുഞ്ഞ് തന്റെ ഉമ്മയിൽ എത്രത്തോളം പിന്നെ തവക്കുൽ ചെയ്യുന്നു, അതുപോലെ നമുക്ക് നമ്മളെ റബ്ബിലേക്ക് തവക്കുൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ നമ്മള് തവക്കുല് പിന്നെ ന്റെ അടയാളങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി നമുക്ക് എത്രത്തോളം സ്ട്രോങ് ആയിക്കൊണ്ട് നമ്മളെ തവക്കുൽ അള്ളാഹുവിലേക്ക് ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കും, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളെ മനസ്സ് അസ്വസ്ഥപ്പെടാതിരിക്കാൻ എങ്ങനെയാണ് പിന്നെ അത് സാധിക്കാം. അതിനൊന്നാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നമ്മളെ റബ്ബിനെ അറിയാന്നുള്ളതാണ്. നമ്മളെ റബ്ബിനെ നമുക്ക് അറിയാൻ കഴിയണം. എത്രത്തോളം നമ്മൾ നമ്മളെ റബ്ബിനെ അറിഞ്ഞുവോ അത്രത്തോളം നമുക്ക് എന്തുണ്ടാകും, തവക്കുൽ ഉണ്ടാകും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം നമുക്ക് നമ്മളെ റബ്ബിനെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നമ്മളെ തവക്കുലിന്റെ ശക്തി കൂടും. ഇപ്പം ചെറിയ കുട്ടികളെ കാര്യം എടുക്കാം അല്ലെ. ചെറിയ കുട്ടികള് പിന്നെ ഒറ്റയ്ക്ക് പുറത്തൊന്നും ഇറങ്ങൂല അല്ലെ. പുറത്തു പോകുമ്പോ പേടിയായിരിക്കും അല്ലെ അവര്. പിന്നെ ഇപ്പം നമ്മളെല്ലാം വീട്ടിൽ തന്നെ മേലെ പോകാൻ തന്നെ കുട്ടികൾക്ക് പേടിയായിരിക്കും. ചെറിയ കുട്ടികൾ ഒറ്റയ്ക്കൊന്നും മേലെ പോകില്ല അല്ലെ. രാത്രി സമയത്തെല്ലാം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ഭയമായിരിക്കും അല്ലെ. എന്നാ കൂടെ നമ്മൾ ആരെങ്കിലും പോവാണെങ്കിലോ അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല അല്ലെ. പോകുന്നതിന് ഇപ്പൊ പുറത്തു പോകുന്നു ഒറ്റയ്ക്ക് അവര് പോവില്ല. നമ്മൾ കൂടെ ഉണ്ടെങ്കിലോ അവർക്ക് ഒരു പേടിയും ഇല്ലാതെ അവർ നടക്കുന്നുണ്ടാവും അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാ? ആ കുട്ടിക്ക് ഇല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്റെ കൂടെയുള്ള ആളെ എന്തുണ്ട്, വിശ്വാസമുണ്ട്. അവരെന്നെ എന്ത് വന്നാലും സംരക്ഷിക്കുമെന്നൊരു ധൈര്യം അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരു വലിയ വീട്, അതിനൊരു സെക്യൂരിറ്റിനെ ആക്കുമെന്ന് വിചാരിച്ചോ. ഗേറ്റിന്റെ അടുത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചോ. അയാളെ കുറിച്ച് ഈ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അയാൾ എന്ത് തന്നെയായാലും പിന്നെ പ്രൊട്ടക്ട് ചെയ്യും, അയാൾ സംരക്ഷിക്കും, അയാള് എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ്. അപ്പൊ ആ വീട് ഏൽപ്പിക്കുന്നതിന് അവർക്ക് എന്തുണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല അല്ലെ. കിടന്നുറങ്ങുന്നതിനും ഭയം ഉണ്ടാവില്ല. ആ വീട്ടിൽ അവർ സേഫ് ആണെന്ന് അവർ വിശ്വസിക്കും ഒരു സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെ. എന്നാ നമ്മളെ അള്ളാഹുവിനെ നമുക്ക് എത്രത്തോളം അറിയുന്നു, അള്ളാഹിന്റെ ല്ലെ അസ്മാകളിലൂടെ, അള്ളാഹുവിന്റെ സിഫാത്തുകളിലൂടെ നമ്മളെ റബ്ബിനെ നമ്മൾ എത്രത്തോളം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അത്രത്തോളം സെക്യൂരിറ്റി നമുക്ക് കിട്ടും നമ്മളെ റബ്ബിൽ നിന്ന്. സുബ്ഹാനല്ലാഹ്. അല്ലെ, എന്റെ റബ്ബ് അള്ളാഹിനെ അല്ലാണ്ട് നമ്മൾ ആരെയാന്ന് ഭയപ്പെടേണ്ട ആവശ്യം, നമുക്ക് ആരെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ പൂർണ്ണമായും റബ്ബിലാണ് അല്ലെ ഏൽപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ടതുപോലെ നമ്മൾ അറിഞ്ഞാൽ നമ്മളെ തവക്കുല് നല്ല ശക്തമായ സ്ട്രോങ് ആയ തവക്കുലായിരിക്കും ഉണ്ടാകുക. അപ്പൊ അള്ളാഹിനെ അറിയണം എന്ന് പറഞ്ഞു അല്ലെ. അള്ളാഹുവിനെ അറിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്നറിയോ. ശരിക്കും അള്ളാഹുവുമായുള്ള ആ ഒരു ബന്ധം നല്ല ദൃഢമാകും. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും സ്ട്രോങ് ആക്കാനുള്ള ഒരു കാര്യം എന്താണ് പറഞ്ഞട്ടെ. നമസ്കാരം. അള്ളാഹു മാഷാ അല്ലാഹ്. അപ്പം തവക്കുൽ ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം അതാണ്. ഒന്ന്, നമ്മളെ റബ്ബിനെ അറിയാന്നുള്ള, അള്ളാഹിനെ അറിയാം അല്ലെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ ആ റബ്ബിനെ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമ്മൾ പറയുമ്പോ ആ റബ്ബിനെ നമുക്ക് അറിയണം, സ്ട്രോങ് ആയിട്ട് നമുക്ക് അറിയണം. നല്ല ശക്തമായ രൂപത്തിൽ നമ്മൾ അള്ളാഹിനെ നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. ആ ഇബാദത്തിൽ ഏറ്റവും അള്ളാഹുവായിട്ട് നമ്മളെ ബന്ധം ഏറ്റവും സ്ട്രോങ് ആക്കാൻ കഴിയുന്നതാണ് എന്ത്, നമ്മളെ നിസ്കാരം എന്ന് പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. സിലയാന്നല്ലേ, സില അള്ളാഹുമായിട്ടുള്ള സിലയാന്നല്ലോ സ്വലാ, നിസ്കാരത്തിലൂടെ. അപ്പൊ നമ്മൾ എന്താക്കേണ്ടത്, അതിനുള്ള പരിശ്രമം നടത്തണം.
ഇപ്പൊ നമ്മള് നിസ്കാരവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇങ്ങനെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്ക് കേട്ടിന്. ഇനിയിപ്പോ ഇൻഷാ അള്ളാ ഒന്ന് വിശദമായിട്ട് ഒന്ന് തുടക്കം മുതൽ എടുക്കണമെന്നുണ്ട്. അതിനൊരു സമയവും സാഹചര്യവും സന്ദർഭവും വരാത്തത് കൊണ്ടാണ്. അള്ളാഹു അതിന് എളുപ്പം നൽകട്ടെ. ആമീൻ ഇൻഷാ അള്ളാ. ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞാല് ആ റബ്ബുമായിട്ടുള്ള നമ്മളെ ബന്ധം അല്ലെ, നിസ്കാരത്തിലൂടെ അള്ളാഹുലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുക എന്നുള്ളതാണ്. പിന്നെ ഒന്നാമതായിട്ട് അള്ളാഹിനെ അറിയാന്നുള്ളതും രണ്ടാമതായിട്ട് അള്ളാഹുമായിട്ടുള്ള ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിസ്കാരം തന്നെയാണ്. ഇനി നമ്മളെ ഈ ഒരു ബന്ധം ചേർക്കുന്ന കാര്യത്തില് എന്ത് സൗകര്യങ്ങളാണോ നമ്മളെ തടയുന്നത്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ചേർക്കുന്ന വിഷയത്തില് എന്ത് സൗകര്യമാണ് നമ്മളെ തടയുന്നത് എങ്കിൽ ആ സൗകര്യം എന്ന് പറയുന്നത് എന്താണ്? പരീക്ഷണമാണ്. ഒരു മിനിറ്റ്. അപ്പോ നമുക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങൾ തരുന്നുണ്ട് അല്ലെ. സത്യത്തില് ആ സൗകര്യങ്ങളാണോ നമ്മൾ അള്ളാഹുമായിട്ടുള്ള നമ്മളെ ബന്ധത്തിന് വിള്ളല് വരുന്നത് അല്ലെങ്കിൽ കുറവ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മള് നിസ്കാരം തന്നെ എടുക്കാം അല്ലെ. നിസ്കരിക്കുന്നതില് പിന്നെ സുന്നത്ത് നിസ്കാരങ്ങളും നിസ്കാരത്തിന്റെ ദൈർഘ്യവും ഒക്കെ കുറയുന്നത് നമ്മൾ ചുറ്റിലുമുള്ള നമുക്ക് അള്ളാഹു തന്ന സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ആണെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം അത് നമുക്കുള്ള പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ. പലപ്പോഴും നമ്മൾ തന്നെ പറയൂ, അള്ളാഹ് തന്ന അനുഗ്രഹങ്ങള് നമ്മള് പറഞ്ഞിട്ട് പറയും അതുള്ളതുകൊണ്ട് പിന്നെ എനിക്ക് പറ്റുന്നില്ല അല്ലെ, ഇതുള്ളതുകൊണ്ട് എനിക്ക് ക്ലാസ് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് പിന്നെ പോയിന്റ്സ് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഹിഫ്ള് ചെയ്യാൻ പറ്റുന്നില്ല, ഇതുകൊണ്ട് എനിക്ക് അവിടെ എല്ലാം എന്താ നമ്മൾ കാരണം നിരത്തുന്നത്? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരിക്കലും നമ്മളത് ഇങ്ങനെയുള്ള ഹൈറിന് തടസ്സമായി കൊണ്ട് നമ്മൾ അത്തരം കാരണങ്ങൾ ഒരിക്കലും നമ്മളൊരു ഒന്നിനു മുമ്പിൽ നിരത്താൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും നമ്മള് ഒന്ന് മനസ്സ് വെച്ചാല് തീർച്ചയായും നമുക്ക് അള്ളാഹു തആല നമ്മളെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പം തരും. നമുക്ക് പഠിക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും എല്ലാത്തിലും നമുക്ക് സമയം തരും. സമയത്തിൽ ഒരുപാട് ബർക്കത്തും തരും. നമ്മളൊന്ന് പരിശ്രമിക്കണം, എന്നാൽ അള്ളാന്റെ ഭാഗത്തുനിന്ന് അതിന് സഹായം ഉണ്ടാവും തീർച്ചയായിട്ടും. അങ്ങനെ ബന്ധം ചേർക്കുന്നതില് നമ്മളെ ഇപ്പം അള്ളാഹുവിനെ അറിയണം എന്ന് പറഞ്ഞു, അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം എന്ന് പറഞ്ഞു, അങ്ങനെ അറിഞ്ഞിട്ട് അള്ളാഹുമായുള്ള ബന്ധം ദൃഢമാക്കണം എന്ന് പറഞ്ഞു. ആ ബന്ധം ദൃഢമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരം എന്ന് പറഞ്ഞു. ആ നിസ്കാരത്തിലൂടെ കൂടുതൽ ബന്ധം ചേർക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണ്? സുജൂദ്. ഓക്കെ, പ്രാർത്ഥന. തവക്കുലാണല്ലോ നമ്മൾ പറയുന്ന വിഷയം. അതല്ല അള്ളാന്റെ ബന്ധം ചേർക്കുന്ന കാര്യത്തില് ഖുർആൻ പാരായണം. അതാണ് സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ സംസാരിക്കില്ലേന്ന് അള്ളഹാനോട്? അള്ളാഹ് നമ്മളോട് സംസാരിക്കില്ലേന്ന്? സുബ്ഹാനല്ലാഹ് അല്ലെ. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ എന്താ പറഞ്ഞത്? സഹാബാക്കള് പറഞ്ഞത് അവർക്ക് അള്ളഹാനോട് സംസാരിക്കണമെന്ന് തോന്നുമ്പോ അവരെന്താക്കും? നിസ്കരിക്കും. അള്ളാഹ് അവരോട് സംസാരിക്കണം തോന്നുമ്പോ അവര് ഖുർആൻ പാരായണം ചെയ്യുന്ന പറഞ്ഞു അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ബന്ധം ചേർക്കാൻ ഏറ്റവും നല്ലൊരു കാര്യം നിസ്കാരം എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. നിസ്കാരത്തിൽ നമുക്ക് എന്താക്കാം? നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം അല്ലെ. ധാരാളമായിട്ട് നമുക്ക് ഖുർആനിനെ പാരായണം ചെയ്ത് എന്താക്കാം? നിസ്കരിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഖുർആനുമായിട്ട് നമ്മൾ എന്താക്കണം? നല്ല അടുത്ത ബന്ധം സ്ഥാപിക്കണം. അള്ളാഹുവിനെ അറിയണം, അടുത്തറിയണം, അതിന് നമ്മൾ നിസ്കരിക്കണം. നിസ്കാരത്തിലൂടെ അള്ളാഹുമായിട്ട് ബന്ധം ചേർക്കണം. എന്നിട്ട് ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. ഖുർആനുമായിട്ട് നല്ലൊരു ബന്ധം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ പാരായണം ചെയ്യണം, പഠിക്കണം, തദബ്ബുർ ചെയ്യണം അല്ലെ. ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തും പവിഴങ്ങളൊക്കെ നമുക്ക് വാരിയെടുക്കാൻ സാധിക്കണം. സുബ്ഹാനല്ലാഹ്.
അങ്ങനെ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു തവക്കുൽ എന്താകും, അത് സ്ട്രോങ് ആകും. നമുക്ക് തവക്കുലിനെ ശക്തിപ്പെടുത്താൻ സാധിക്കുന്ന 3 കാര്യങ്ങൾ ഇതെല്ലാം. ഏറ്റവും നല്ല പരിപൂർണമായ രീതിയിൽ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ജീവിതത്തിൽ ഉടനീളം അള്ളാഹുൽ തവക്കുൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവർക്ക് അള്ളാഹു ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുമെന്ന് പറയുന്നുണ്ട്. അതെന്തെല്ലാം കൂടി നമുക്ക് മനസ്സിലാക്കാം, എന്നിട്ട് നമുക്ക് നിർത്താം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത്? ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? പിന്നെ നമുക്ക് തവക്കുൽ ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട, അവർക്ക് കിട്ടുന്ന ക്വാളിറ്റീസ് പറഞ്ഞ്, പിന്നെ നമ്മളെ തവക്കുൽ സ്ട്രോങ് ആവേണ്ട കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഇനി തവക്കുൽ നമ്മളെ ജീവിതത്തിൽ പാലിച്ചു പോകുന്നവർക്ക് കിട്ടുന്ന കുറെ പ്രതിഫലങ്ങളിൽ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണെന്നറിയോ? فإذا عزمت فتوكل على الله إن الله يحب المتوكلين. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കും നാം. സുബ്ഹാനല്ലാഹ്. ആയത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി ലൻഫദ്ദു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നബിയെ, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവര് പിരിഞ്ഞു പോയി കളയുമായിരുന്നു അല്ലെ? അതുകൊണ്ട് നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും കാര്യങ്ങൾ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. എന്നിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ പരമേൽപ്പിക്കുക. തീർച്ചയായും പരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്. ഇപ്പം അള്ളാഹിന്റെ ഇഷ്ടം കിട്ടും. ഇനി രണ്ടാമത്തെ ക്വാളിറ്റി എന്താ പറയുന്നത്? നേരത്തെ നമ്മൾ അതിന്റെ ഇടയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. من يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. വല്ലവനും അള്ളാഹുവിൽ പരമേൽപ്പിക്കുന്ന പക്ഷം അവന് അള്ളാഹു തന്നെ മതിയാകുന്നതാണ് അല്ലെ? എല്ലാ കാര്യത്തിനും അള്ളാഹു മതിയാകുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഓരോരുത്തർക്കും അവരവന്റെ കാര്യം അള്ളാഹു തആല എത്തിച്ചു കൊടുക്കുന്ന പറയുന്നത്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅല അല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ. അള്ളാഹു എല്ലാ കാര്യത്തിനും എന്താക്കിയിട്ടുണ്ട്? ഒരു ഖദർ ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലെ? ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഒരു ക്രമം. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹ് മതി അല്ലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ അല്ലെ? എനിക്ക് അള്ളാഹു മതി, വരമേൽപ്പിക്കാൻ അവനാണ് ഏറ്റവും ഉത്തമൻ. സുബ്ഹാനല്ലാഹ്. ആ ഒരു വാക്ക് ഇബ്രാഹിം നബി പറയുന്നതോടുകൂടി 7ാം ആകാശത്ത് നിന്ന് അല്ലെ, അർഷിൽ നിന്ന് അള്ളാഹുവിന്റെ ഇടപെടൽ. സുബ്ഹാനല്ലാഹ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. സുബ്ഹാനല്ലാഹ് അല്ലെ? അള്ളാഹു തീയോട് പറയുന്നു, തീയേ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവർക്ക് അള്ളാഹു എല്ലാത്തിനും മതിയായവനാണ്. മൂന്നാമതായിട്ട് പറയുന്നത് എന്താ അറിയോ? പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു പറയുന്നത്, രക്ഷ കിട്ടുന്ന പറയുന്നത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നഹു ലൈസ ലഹു സുൽത്താനൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂന ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയും ചെയ്യുന്നവരാരോ അവരുടെ മേൽ പിശാചിന് യാതൊരു അധികാരവും ഇല്ല. അവന്റെ അധികാരം അവനെ രക്ഷാധികാരിയാക്കുന്നവരുടെയും
അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നവരുടെ മേലെ മാത്രമാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചിട്ട് ബരമേൽപ്പിക്കുന്ന ഒരാളെ ആര് ഉപദ്രവിക്കൂല? ഇബ്ലീസിന്റെ ഉപദ്രവം അവർക്ക് ഉണ്ടാകൂല. സുബ്ഹാനല്ലാ. എന്നാ ആരാ ഇബ്ലീസിന്റെ ഇത് ആരെയാ ബാധിക്കാന്നാ പറയുന്നത്? അള്ളാഹുൽ ശിർക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകൾക്ക്. പിന്നെ അവരെ അധികാരം മറ്റുള്ളവരെ ഏൽപ്പിക്കുക അല്ലെ, അങ്ങനെയുള്ളവർക്ക് ഇബ്ലീസിന്റെ ഇടങ്ങാറുണ്ടാവും. പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്താല് ഒരിക്കലും അവരെന്താകണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ പറയുന്നത് എന്താ അറിയോ? നല്ല ഉപജീവനം ലഭിക്കും. പൂർണ്ണമായും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു അവർക്ക് ഉപജീവനം നൽകുന്ന പറയുന്നത്. ഒരിക്കല് പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധി കാര്യങ്ങൾ ബരമേൽപ്പിക്കുകയാണെങ്കിൽ പക്ഷികൾക്ക് ആഹാരം നൽകപ്പെടുന്നത് പോലെ നിങ്ങൾക്കും ആഹാരം നൽകപ്പെടുകയും അവ പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറപ്പെടുന്നു, വൈകുന്നേരം നിറഞ്ഞ വയറുമായി മടങ്ങുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അള്ളാഹുൽ പൂർണ്ണമായി തവക്കുൽ ചെയ്യുന്നവർക്ക് നല്ല ഉപജീവനം ലഭിക്കും എന്ന് പറഞ്ഞാല് ഒരു ജോലിയും ചെയ്യാതെ വീട്ടിൽ ചടഞ്ഞിരുന്നിട്ട് പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ അള്ളാഹ് നടത്തി തരും എന്ന് പറയുന്നതിന്റെ പേരല്ല അല്ലെ. പക്ഷികൾ എന്താ, അവര് രാവിലെ പുറപ്പെട്ട് അവരെ അന്വേഷിച്ച് പോകുന്നുണ്ട്, എന്നിട്ടാണ് എന്താകുന്നത്, നിറഞ്ഞ വയറുമായിട്ട് തിരിച്ചു വരുന്നത്. അതുപോലെ അല്ലെ, അതുപോലെ ഇറങ്ങണം, എന്നാലേ നമുക്ക് കിട്ടൂ. അല്ലാതെ ഒന്നും ചെയ്യാണ്ട് വീട്ടിലിരുന്നിട്ട് തവക്കൽത്ത് വലല്ലാന്ന് പറഞ്ഞാല് വീട്ടിൽ കൊണ്ട് തരുമോ? നമ്മൾ പരിശ്രമിക്കണം. പിന്നെന്താ പറയുന്നത് അറിയാം? അഞ്ചാമത്തെ കാര്യം, പ്രതിസന്ധികളിൽ നല്ല പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കും. അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നാലും ഒരിക്കലും നിരാശപ്പെട്ട് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ വരൂല അല്ലെ. ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. എന്താ പറയുന്നത്? ഖുൽ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊരിക്കലും ഒന്നും ബാധിക്കൂല. ഹുവ മൗലാന അല്ലെ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് അല്ലേ, അള്ളാഹുവിന്റെ മേലാണ് സത്യവിശ്വാസികള് വരമേൽപ്പിക്കേണ്ടത്. നമ്മള് അള്ളാഹുവിന് പരമേൽപ്പിക്കേണ്ട പ്രകാരം പരമേൽപ്പിക്കണം. അപ്പോ അള്ളാഹു എന്താകും, നമുക്ക് പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു താഖത്ത് അള്ളാഹു തആല നൽകും. സുബ്ഹാനല്ലാഹ്. പിന്നെ പറയുന്നത് എന്താ അറിയോ? അള്ളാഹിന്റെ സഹായം ഉണ്ടാകും. ഇൻ യൻസുർകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുർകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. എന്താ പറയുന്നത്? നിങ്ങളെ അള്ളാഹു സഹായിക്കുന്ന പക്ഷം നിങ്ങൾ തോൽപ്പിക്കാൻ ആരും ഉണ്ടാവില്ല അല്ലെ. അവൻ നിങ്ങളെ കൈവിട്ട് കളയുന്ന പക്ഷം അവന് പുറമെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ. അപ്പൊ നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാല് അള്ളാഹിന്റെ സഹായം ഉണ്ടാകും, ഉറപ്പം. നേരത്തെ പറഞ്ഞ പോലെ ആ തവക്കുൽ എന്താകണം? പൂർണ്ണമാകണം അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ കണ്ടിട്ടില്ലേ അല്ലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറ വേളയിൽ ബദർ യുദ്ധ സമയത്ത് അഹ്സാബിന്റെ തന്നെ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോ ബദറിലാ ഉള്ളത് അല്ലെ. ആ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ അദൃശ്യമായ സഹായങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ആ ഒരു സന്ദർഭം നമ്മൾ കണ്ടറിഞ്ഞവരാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അതാണ് റബ്ബ്, അതാണ് നമ്മൾ അള്ളാഹ്. അള്ളാഹ് വിചാരിച്ച ഒന്നും നടക്കൂലെന്ന് ചിലപ്പോ ഇങ്ങനെ ഒരു ഇതായിട്ട് ചോദിക്കും. ചില ആൾക്കാർ ഇങ്ങനെ പറയൂലേ, എന്താ നടക്കും, എന്താ അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഏഴാമതായിട്ട് പറയുന്നത്, പൂർണ്ണമായും ഒരാളെ തവക്കുൽ ചെയ്താല് അള്ളാഹു അവനെന്ത് നൽകും? സ്വർഗം നൽകും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലനുബവ്വിഅന്നഹും മിനൽ ജന്നതി ഗുറഫൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ അല്ലദീന സ്വബറു അലാ റബ്ബിഹിം യതവക്കലൂൻ. ക്ഷമിക്കുകയും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹു തആല പറയുന്നത്. എന്താണ്? വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഓരോരുത്തർക്കും അള്ളാഹു സ്വർഗത്തിൽ താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന
ഉന്നത സൗധങ്ങൾ, ഖുറഫ് അല്ലെ, ഖുറഫാണ് അള്ളാഹു നൽകുന്നു പറഞ്ഞത്. പ്രവർത്തിക്കുന്നവർക്കുള്ള പ്രതിഫലം അത് എങ്ങനെയുള്ളവർക്കാണ്? ക്ഷമ കൈക്കൊള്ളുകയും അള്ളാഹുവിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുകയും ചെയ്ത ആളുകൾക്കാണുള്ളത്. സുബ്ഹാനല്ലാഹ്. സ്വർഗത്തിലെ ഉന്നതമായ സൗധങ്ങൾ. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും അത് അല്ലേ? അള്ളാഹു കാണാനും അറിയാനും ആസ്വദിക്കാനും അനുഭവിക്കാനും എല്ലാം ഉള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പിന്നെന്താ പറയുന്ന അറിയോ? പൂർണ്ണമായും അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്നു. പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്ക് വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹൃദയത്തിൽ അലിഞ്ഞു ചേരേണ്ട, നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു ഗുണവിശേഷമാണ് തവക്കുൽ എന്ന് പറയുന്നത്. പക്ഷെ നമുക്കിന്ന് നമ്മളെ കാര്യം തന്നെ, നമ്മൾ ഓരോ കാര്യം തന്നെ എടുത്താൽ മതി. നമ്മൾ അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്യുന്നുണ്ടോ അല്ലെ? ശരിക്കും നമ്മൾ എന്തിലുള്ള തവക്കുൽ ചെയ്യുന്നത്? നമ്മളെ സമ്പത്തില്, നമ്മളെ ജോലിയില്, നമ്മളെ ആരോഗ്യത്തിന് അല്ലെ? ശരിക്കും എന്തുകൊണ്ടാ അങ്ങനെ സംഭവിക്കുന്നറിയോ? നമ്മൾ അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പരിപൂർണമായ തവക്കുലേക്ക് എത്താൻ സാധിക്കാത്തത്. വിശ്വാസത്തിന്റെ ദൗർബല്യം അല്ലെ? ശരിക്കും നമുക്ക് പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഈ തവക്കുലിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തകർന്നു പോകാൻ പാടില്ല, നമ്മൾ തളർന്നു പോകാൻ പാടില്ല. എന്ത് വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു കരുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിലേക്ക് നമ്മൾ അടിയുറച്ചവരാകുമ്പോൾ, നമ്മളെ ഈമാൻ ശക്തമാകുമ്പോൾ, നമ്മളെ തവക്കുല് അത് സ്ട്രോങ് ആകുമ്പോൾ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത്, എന്തെങ്കിലും കാര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിലുള്ള തവക്കുലിൽ ആരെങ്കിലും സത്യസന്ധത കാണിച്ചാൽ അത് അവന് ലഭിക്കുന്നു. നമ്മളെ തവക്കുലിൽ സത്യസന്ധത കാണിക്കുകയാണെങ്കിൽ അള്ളാഹു അത് നൽകുന്നു. അപ്പം നമ്മളെല്ലാ ഇതിലും ആ ഒരു പൂർണ്ണമായ ഒരു ഇതുണ്ടാവണം. അള്ളാഹുവിലേക്ക് നമ്മള് തവക്കുല് പരിപൂർണമായിട്ട് നമുക്ക് വരാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് അത് ആവാൻ കഴിയൂ അല്ലെ? നമ്മൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യം പറഞ്ഞില്ലേ? അതുപോലെ നമുക്കറിയാം അല്ലെ, നമ്മള് മറിയം ബീവി അലൈഹിസ്സലാം, അവരുടെ ചരിത്രം നമുക്കറിയാം അല്ലെ? ശരിക്കും അള്ളാഹു തആല മറിയം ബീവിനോട് എന്താ പറഞ്ഞത്? വഹുസി ഇലൈകി ബിജിസ്ഇൻ നഖ്ലത്തി തുസാഖിതു അലൈകി റുതബൻ ജനിയ. അവിടെ അല്ലെ മൂസാ നബിയോട് വടി കൊണ്ടടിക്കാൻ പറഞ്ഞെങ്കിൽ അള്ളാഹ്ക്ക് വടി കൊണ്ടടിക്കാതെ തന്നെ ആ സമുദ്രത്തെ പിളർത്താൻ അള്ളാഹ്ക്ക് കഴിയൂലേ? പിന്നെ എന്തിനാ അടിക്കാനെല്ലാം പറഞ്ഞത്? അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അവിടെ. അതാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം മറിയം ബീവി അവിടെ ആരും ഇല്ല അല്ലെ, ആരും സഹായത്തിനില്ല, അവർക്ക് ഭക്ഷണം ഇല്ല. ആ സമയത്ത് ആ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ആ സമയത്ത് അല്ലെ അവരോട് പറയുന്നത്, ആ ഈത്തപ്പഴ മല കുലുക്ക്. ഈത്തപ്പഴ മരം മറിയം ബീവി കുലിക്കാൻ കുലുങ്ങോ? സുബ്ഹാനല്ലാഹ് അല്ലെ? അള്ളാഹു അക്ബർ. പക്ഷെ അള്ളാഹു പറയുന്നു അവരവിടെ തവക്കുൽ ചെയ്തിട്ട് കുലുക്കുന്നു. അപ്പൊ എന്താ? ഈത്തപ്പഴം അല്ലെ അള്ളാഹു അതിൽ നിന്ന് അവർക്ക് വീഴ്ത്തി കൊടുക്കുന്നു. അള്ളാഹ് പറഞ്ഞ്, നീ ഇതാക്ക് ഇല്ലേ, നിന്റെ അടുത്തേക്ക് നീ അത് പിടിച്ച് കുലുക്കിക്കോ, അത് നിനക്ക് പാകമായ ഈത്തപ്പഴം തരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരും. അത് അവരോട് ചെയ്യാൻ പറഞ്ഞ് അവർ ചെയ്ത് അവർക്ക് കിട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്ക് അള്ളാഹു റിസ്ക് അള്ളാഹു തരുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലെ? ആകാശത്ത് അള്ളാഹു റിസ്ക് ഇറക്കി തരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മള് പിന്നെ മിണ്ടാതെ വെറുതെ ഇരുന്നാൽ ശരിയാവോ? ഒരിക്കലും ഇല്ല അല്ലെ? നമ്മൾ എന്താക്കണം? നമ്മള് പരിശ്രമിക്കണം. അതെ, അതിനുവേണ്ടി നമ്മള് എന്തെങ്കിലുമൊക്കെ വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി അങ്ങനെയൊന്നും അല്ലാതെ ചിലപ്പോ നമുക്ക് ആകാശത്തുനിന്ന് അള്ളാഹു തആല ഇറക്കി തരൂലേ? നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം സൂറത്തുൽ ബഖറ പഠിക്കുന്നതിനിടയിൽ ബനൂ ഇസ്രായേലിയർക്ക് അള്ളാഹു തആല നൽകിയത് മന്നായും സൽവായും അള്ളാഹു ആകാശത്ത് നിന്ന് അവർക്ക് ഇറക്കിക്കൊട്ട് ഒരു പണിയും ചെയ്യാണ്ട് അതും തിന്ന് അനങ്ങാണ്ട് കൂടാമായിരുന്നു അല്ലെ അവർക്ക്? നമ്മളത് കണ്ടതല്ലേ അല്ലെ? നമ്മളത് കേട്ട് കണ്ടറിഞ്ഞതല്ലേ? സുബ്ഹാനല്ലാഹ്. ആ കാഴ്ചകള് ശരിക്കും നമ്മൾ ഓരോ സൂറ ഇതുപോലെ വിശദമായ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ
നമ്മളെ കണ്ണുകളിലൂടെ അല്ലേ ആ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നത് നമുക്ക് പറഞ്ഞു തരുമ്പോ സുബ്ഹാനല്ലാഹ്. അവിടെ അങ്ങനെയും ചിലപ്പോ അള്ളാഹു തആല നൽകും കേട്ടോ. അങ്ങനെയും കിട്ടും ചില അനുഗ്രഹങ്ങൾ നമ്മൾക്ക് അള്ളാഹു തആല അങ്ങനെ ഇറക്കി തരും. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു അല്ലെ. അപ്പൊ പിന്നെ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം അല്ലെ. ഇപ്പം ഒരാള് ഒരു സഹായവുമായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ നിന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്, അപ്പൊ അത് വിറ്റിട്ട് ഒരു കോടാലി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് വിറക് വെട്ടി അതിനെ കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്താനാ പറഞ്ഞത്. ശരിക്കും യാചിക്കുന്നതിനേക്കാളും ഏറ്റവും ഹൈർ അതാണ്. ഒരാളോട് നമ്മളൊരു കാര്യത്തിന് ചോദിക്കുന്നെന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ അങ്ങേയറ്റത്തെ എന്താ പറയാ ലോ ലെവലാണ്. ആരോടും ചോദിക്കാതിരിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ ഹൈർ. എല്ലാത്തിനും നമ്മൾ ആൾക്കാരെ ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോ എന്താ അറിയോ സംഭവിക്കുക, അവന്റെ മേൽ അള്ളാഹു ദാരിദ്ര്യത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്ന പറയും. അപ്പൊ അവനിങ്ങനെ കാലാകാലം ആൾക്കാരോട് എന്താകും ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ വരും. സ്വയം പര്യാപ്തത നേടാനുള്ള ഒരിതുണ്ടാവില്ല. ഇങ്ങനെ ചോദിച്ച് 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 കാലം കഴിയേണ്ടി വരും. നമ്മളത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അങ്ങനെ ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ കണ്ടമാനം ആൾക്കാരോട് സഹായം ചോദിക്കുന്ന ഒരു യാചന എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ പോകാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഈ തവക്കുൽ അള്ളാഹുവിലേക്കും പരിപൂർണമായി നമുക്ക് തവക്കുൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശരി. ഒരു മിനിറ്റ് അല്ല, ഒരു 3 ഹായ് ചോദിച്ചു കാരണം ഹായ് വിളിക്കുണ്ടാക്കി സോറി ഞാൻ ചോറിട്ട് വെയിലുണ്ടാക്കിയിട്ട് മുറിച്ചിട്ട് അപ്പോ എന്താ പറഞ്ഞു വന്നത്, നമ്മള് അള്ളാഹുവിലേക്ക് അല്ലെ തവക്കുൽ ചെയ്യേണ്ട പ്രകാരം നമ്മൾ തവക്കുൽ ചെയ്യാം. നമ്മളെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ആണ് എന്താക്കേണ്ടത്, നമ്മൾ തവക്കുൽ ചെയ്യേണ്ടത്. അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് എന്താകുന്നത്, അവിടെ തൗഹീദും പൂർണ്ണമാകുന്നത് അല്ലെ. അള്ളാഹുവിന് നമ്മൾ പൂർണ്ണമായും ഏൽപ്പിക്കണം എന്ന് പറയുമ്പോ അത് അള്ളാഹു തആല നിശ്ചയിച്ച കാരണങ്ങളുമായി എന്താകണം, നമ്മൾ ബന്ധപ്പെടണം. അങ്ങനെ ബന്ധപ്പെടാതിരിക്കുമ്പോ അവിടെ എന്താകുന്നില്ല, ആ തൗഹീദ് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. ഉമർ റളിയല്ലാഹു എപ്പോഴും പറയാറുണ്ട് പോലും, നിങ്ങൾ ആരും ഇങ്ങനെ അധ്വാനിച്ച് ഉപജീവനം തേടാതെ അള്ളാഹുവേ എനിക്ക് റിസ്ക് നൽകണേ എനിക്ക് റിസ്ക് നൽകണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ പാടില്ല. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് സ്വർണവും വെള്ളിയോ വർഷിക്കൂല, അത് നിങ്ങൾക്ക് അറിയൂലേ. അപ്പം നമ്മൾ എന്താക്കണം, പക്ഷികളെ പോലെ അല്ലെ നമ്മള് വീട് വിട്ട് കൂട് വിട്ട് ഇറങ്ങി പ്രവർത്തിക്കണം. അങ്ങനെ ആവുമ്പോഴാണ് അള്ളാഹു തആല നമുക്ക് നമ്മളെ മുമ്പിൽ എത്തിച്ചു തരാം. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പൂർണ്ണമായും തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നേടിയെടുക്കാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പൂർണ്ണമായും അല്ലെ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്ന നല്ലൊരു അടിമയായിക്കൊണ്ട് അല്ലെ, ദീനിന്റെ കാര്യത്തിലായിക്കോട്ടെ ദുനിയാവിന്റെ കാര്യത്തിലായിക്കോട്ടെ നമുക്ക് അതിൽ ഉപകാരപ്രദമായത് നേടിയെടുക്കാനും ഉപദ്രവകരമായത് തടയാനും ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ആശ്രയിക്കാനും അവലംബിക്കുകയും ചെയ്യാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ നമ്മളെ കാര്യങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥ. റഹ്മാനായ അള്ളാഹുവേ, കാരുണ്യവാനായ അള്ളാഹുവേ,
ഞങ്ങൾ ഇവിടെയുള്ള ഈ ഒരു കൂടിയിരുത്തം നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ. നിന്റെ ദീനിന്റെ പേരിൽ സ്നേഹിക്കുന്ന ഒരു വറ്റം സ്ത്രീകൾ അള്ളാഹുവെ ഈ വരുന്ന ശനിയാഴ്ച കണ്ണൂരിൽ വെച്ച് ഒരു ഒത്തുകൂടൽ, ഒരു ഒത്തുചേരൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ. ഞങ്ങളെല്ലാം നിന്നെ ഏൽപ്പിക്കുന്നുള്ള. ഒരുപാട് പേര് ആഗ്രഹിച്ച് വരാൻ നിൽക്കുന്ന, ചിലർക്കൊക്കെ വരാൻ പെട്ടിട്ടുണ്ട്, സൗകര്യപ്പെട്ടവരുണ്ട്, വരൂല എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. എന്താണെങ്കിലും അള്ളാഹുവെ ഏറ്റവും ഹൈറായ രൂപത്തിൽ ഞങ്ങളുടെ ഈ ഒരു കൂടലിനെ നീ നല്ല ഭംഗിയാക്കി തരണേ അല്ലാ. നിന്റെ പേരിൽ സ്നേഹിക്കുന്നവർക്ക് ഒന്നിച്ചിരിക്കാൻ അള്ളാഹുവെ ഏറ്റവും നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് നീ സൗകര്യം ഏർപ്പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ എല്ലാ കാര്യവും നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുവെ. ഞങ്ങൾക്കത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള നല്ല തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ഒരു സ്നേഹവും ഈ ഒരു സൗഹൃദവും എല്ലാം നീ മരണം വരെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനെ. മരണാനന്തര ജീവിതത്തില് നാളെ പരലോകത്ത് നിന്റെ ജന്നാത്തുൽ ഫിർദൗസില് ഇതുപോലെ ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചും സ്നേഹം പങ്കിട്ടും ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് കൂടാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ നാഥാ. ഞങ്ങളുടെ കർമ്മങ്ങളൊന്നും നീ പാഴാക്കി കളയല്ലേ അള്ളാഹുവെ. വളരെ കുറഞ്ഞ കർമ്മങ്ങളെ ഞങ്ങളിലുള്ളൂ അള്ളാഹുവെ. അത് നീ ഞങ്ങളിൽ നിന്നും പൂർണ്ണമായും സ്വീകരിക്കണേ അള്ളാ. ഒന്നുപോലും നീ പാഴാക്കി കളയല്ലേ റഹ്മാനെ. ഞങ്ങൾ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും ഉള്ളവരാണ് അള്ളാഹുവെ. ഞങ്ങളുടെ കർമ്മങ്ങളിൽ എന്തെങ്കിലും വീഴ്ച